അസ്സാം വലൈക്കും. പെരുന്നാളായി കഴിഞ്ഞാൽ ബിരിയാണി ഇല്ലാത്തൊരു പരിപാടിയില്ല അല്ലേ? ഇപ്രാവശ്യം വലിയ പെരുന്നാളിന് സിമ്പിളായിട്ട് ഈ ഒരു തലശ്ശേരി ബിരിയാണി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കിട്ടാ. അടിപൊളി ടേസ്റ്റാണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് GRBയുടെ പ്യുവർ ഗീ ആണ് കേട്ടോ. ഗോൾഡൻ കളറിൽ ഈ ഒരു തരിതരിയായിട്ടുള്ള ടെക്സ്ചറാണ് GRBയുടെ മെയിൻ ഹൈലൈറ്റ്. ഇതിൽ കുറച്ച് സവാള നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് ഗീ എടുത്ത് മാറ്റിയിട്ട് സവാള കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മസാലപ്പൊടികളായിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ചധികം ഗരം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് പച്ചമണം മാറി വരുന്ന സമയത്ത് ചിക്കൻ ആഡ് ചെയ്യുക. കുറച്ച് നേരം അതും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് തക്കാളിയും ലെമൺ ജ്യൂസും മല്ലിയില പുതിനയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായി റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയിൽ ഒരു ഹാഫ് പോർഷൻ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അതിനുശേഷം ഇതിലേക്കുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് GRB ഗീൽക്ക് കുറച്ച് സ്പൈസസും സവാളൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് തിളച്ച് വരുന്ന സമയത്ത് 3.5 ഗ്ലാസ് ജീരകശാല റൈസ് ആഡ് ചെയ്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനിയുള്ളത് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ബിരിയാണി മേക്കിംഗ് ആണ് കേട്ടോ, ലെയറിങ് പ്രോസസ്സ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടി. ഇത് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും മേലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസും മല്ലിയിലയും പുതിനയിലയും പിന്നെ ആ ഒരു ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു നെയ്യ് ഉണ്ടല്ലോ അതും കൂടെ മേലെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.